നമ്മളിതുവരെ അവനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. എന്തായാലും നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എത്ര ചിന്തിച്ചാലും ഇതിനൊരു ഉത്തരവും കിട്ടില്ല. ചിലപ്പോൾ ദൈവനിശ്ചയമായിരിക്കും. അതാ സ്വാമിജി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ചെയ്യാം, തലവിധി പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ തലയിൽ ദൈവം ഇങ്ങനെയുള്ള വിധികളാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പോട്ടെ, സാരമില്ല. എന്തായാലും നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. അതെ ഏട്ടാ, നമുക്ക് നോക്കാം. മീനുവും ജയ്യും പരസ്പരം ഉരുകുകയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, തങ്ങൾ ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കേണ്ടി വരിക. അത് തങ്ങളുടെ ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ സാധിക്കും? അതൊരിക്കലും സാധിക്കില്ല. ജയ് മീനുവിനോടായി പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം നിൻ്റെ വീട്ടമ്മമാർ പറഞ്ഞത്. എൻ്റെ കാര്യത്തിൽ നടക്കില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ ഒരിക്കലും നിൻ്റെ കൂടെ വന്ന് ഇതിനകത്ത് കിടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഞാനിതിനു മുമ്പ് വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ പിന്നെ നിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കല്ലേ. എങ്ങനെയെങ്കിലും ഇതൊന്നും തലയിൽ നൂരാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതിനുള്ള വഴിയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്താനല്ല വേണ്ടത്. കുറ്റപ്പെടുത്തിയതല്ല, ഉള്ളതാ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് ഒരുമിച്ചൊരു രാത്രി നമ്മൾ നടക്കുന്ന കാര്യമല്ല. ഓ, എനിക്ക് പിന്നെ അത് ആഗ്രഹിച്ചാലാണ് നിൽക്കുന്നത്. ഇതൊന്നും ഒരാളെ വഴി എന്തെങ്കിലും ആലോചിക്കുന്നേ. വിവാഹം നടന്നാൽ എല്ലാം തീരുമെന്ന് കരുതി. ഇതിപ്പോൾ ഇത്രയും വലിയൊരു പുകിൽ വരുമെന്ന് ഞാൻ കണ്ടോ? ഞാനിതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയത്തുമില്ല. പക്ഷെ നിനക്കങ്ങനെയല്ലല്ലോ. നിനക്കറിയാമായിരുന്നില്ലേ എന്താ വിവാഹം കഴിഞ്ഞ ശേഷം നടക്കാമെന്ന്? അറിഞ്ഞുകൊണ്ട് തന്നെ എടാ പ്ലീസ്, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. ഞാൻ വിചാരിച്ചത് വിവാഹത്തോടെല്ലാം തീരുമല്ലോ എന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാമായിരുന്നോ? ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലടാ. പ്ലീസ്, ഇത്രയൊന്നും ചിന്തിക്കാത്തതുകൊണ്ടാ. ആദ്യ രാത്രി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തൊലിയുരുന്നു. എടാ, നീ ടെൻഷൻ ആവല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. എന്ത് വഴി? പെരുവഴിയോ? ഒരു വഴിയല്ല. എടാ, നീ ഒന്ന് അടങ്ങ്, നമുക്ക് നോക്കാം.